ഈ സുജോക്കു ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ചെറുതായിട്ട്. ഓക്കെ, അധികം മെനക്കെടാതെ എന്നാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും യേശുന്ന. ഇപ്പൊ യോഗ അങ്ങനെ ഒരു ഭാഗമാണല്ലോ, അതേപോലെ തന്നെ മറ്റൊരു സാധനമാണ് സുജോക്കു. യോഗനേക്കാൾ എളുപ്പം. യോഗ കുറച്ച് പ്രയാസമാണ്, ചെയ്തവർക്കറിയാം. യോഗ എന്ന് പറഞ്ഞാൽ ശ്വാസം ബ്രീത്തിങ് ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ആക്കി നമ്മളെ ബോഡി ഫ്ലെക്സിബിൾ ആവണം. സുജോക്കുവിൽ അത്ര വലിയ പ്രയാസമില്ല, എല്ലാവർക്കും ചെയ്തൂടെ. വലിയ ഹാർഡൊന്നുമല്ല, വളരെ സിമ്പിളാണ്, പക്ഷെ എല്ലാ പാർട്സും ഇളകിയിരിക്കും. നോക്കാം നമ്മൾ. എന്നാ ശരി, ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ കൈ ഈ കൈയിൻ്റെ വെള്ളം ഇവിടെ വെക്കുക. ആദ്യം വലതുകൊണ്ട് തുടങ്ങുക, വലത് കൈ ചുറ്റി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ശക്തിയായിട്ട് പിടിക്കുക. കുറച്ച് ഭയങ്കര ശക്തി ആവേണ്ട, എന്നാൽ പറ്റ മെല്ലി ആവേണ്ട, ആ ഒരു രീതിയിൽ കുറച്ച് സ്ട്രോങ് ആയി പിടിക്കണം, എന്നിട്ട് ഇരിക്കണം. ഇടിച്ചുകൊണ്ടേയിരുന്നോ. 70 പ്രാവശ്യമാണ് ആക്കേണ്ടത്. അത് 70 ആകുമ്പോൾ ഏകദേശം എനിക്ക് പിടുത്തം കിട്ടും. അങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ ചൂടാവണം. ഈ ചൂടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കയ്യും എങ്ങനെ ചൂടാക്കണമെന്ന്. ഈ സംഭവത്തിന്റെ ഞരമ്പുകൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ട്രിപ്സോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ ഇവിടെ വെക്കുക. അതിന്റെ ഞരമ്പുകൾ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഞരമ്പുകളിലേക്ക് ഈ ഒരു അടി പോകുന്നുണ്ട്. റൈറ്റ്, ശരി. 70 മേലെ അയച്ചിട്ട് കുഴപ്പമില്ല, ഏറ്റവും ചുരുങ്ങിയത് 70 ചെയ്യണം എന്നുള്ളൂ. ഓക്കെ, അതേപോലെ ഇടത്തേ കയ്യും. കാരണം ഈ ഭാഗത്തുള്ള ഞരമ്പുകൾക്കാണ് ഇപ്പോൾ അത് ബാധിച്ചത്. ഇനി ഈ ഭാഗത്തുള്ള ഞരമ്പുകൾ ബാധിക്കണം. ഓക്കെ, റൈറ്റ്. ഒന്ന് സ്ട്രോങ് ചെയ്തോ. പോരാ, ചിലരൊക്കെ ഇങ്ങനെ ഒന്ന് സ്ട്രോങ് ചെയ്തോളെ. ഇത് നിങ്ങൾക്ക് ഡെയിലി ഇത് വലിയ പണിയുണ്ടോ? അത് എവിടെയും നിന്ന് എക്സസൈസ് ചെയ്യാനാകെ നമ്മൾ നിൽക്കുന്ന സ്ഥലം മതി എന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു ഫിലോസഫി. കുറേ കിടന്ന് ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം. എന്നിട്ട് തന്നെ അയ്യെങ്കിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചെയ്തോളി. ഒന്ന് സ്ട്രോങ് ചെയ്താൽ പോരട്ടാ. ഈ ശബ്ദം കണ്ട് കേൾക്കണില്ലല്ലോ. ഇവിടെ കണ്ട് ചൂടാവണം നല്ലോണം. ചെയ്താ ഓക്കെ, റൈറ്റ്. അത് കയ്യൊന്നും ഇങ്ങനെ ആക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ ആ ഒരു ആഘാതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. ഇപ്പം നമുക്ക് ഒരുപാട് ഒരു എനർജി ഉള്ളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും. റൈറ്റ്. നിൽക്കുന്നിടത്തുനിന്ന് ചെയ്യുന്ന എക്സസൈസേ ഇപ്പോൾ ചെയ്യിക്കുന്നുള്ളൂ. നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ചെയ്യേണ്ടി വരും, ഫ്ലൈറ്റ് പോകുമ്പോൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമുക്കിപ്പോൾ എപ്പോഴും ഇതേമാതിരി ട്രാക്ക് ഇതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരിടത്തുനിന്നൊക്കെ ചെയ്യണ്ടേ. ഓക്കെ, രണ്ടാമത്തത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ കൈ കൊണ്ട് മെല്ലെ 70 പ്രാവശ്യം. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഭാഗത്തിനെയാണ് ബാധിക്കുന്നത്. ബ്രെയിനിൻ്റെ ഭാഗത്തിനൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ, റൈറ്റ്. ബ്രെയിനിൻ്റെ ഭാഗത്തിനെ ഒക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ് ഇത്. എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി ഉണ്ടാവുന്ന അർത്ഥം, ബുദ്ധിയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അർത്ഥം. റൈറ്റ്. ഒന്ന് സ്ട്രോങ് ചെയ്തോളി. കുറച്ചൊരു വേദന ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇനി ഇതേ ഭാഗത്ത് ഇവിടെ 1 2 3 എണ്ണിക്കോളി. നിന്നോടത്തുനിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഭയങ്കര തല്ലല്ല ഉണ്ടാവും. ഇങ്ങനൊന്നും തല്ലണ്ട, ഇങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകളിലേക്കായി ഇങ്ങോട്ടുമായി. ഇത് ചെയ്താൽ തന്നെ ചൈനീസിൻ്റെ ഒരു വിധിയെഴുത്ത്, ഈ 2 എക്സസൈസ് ചെയ്താൽ തന്നെ ഈ സ്ട്രോക്ക് ബ്ലോക്ക് പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഞരമ്പുകളുടെ ഭാഗങ്ങൾ കിടക്കുന്നത്. പിന്നെ ഇനി ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഞരമ്പുകളെ, വയറിൻ്റെ ഭാഗങ്ങളെ മൊത്തത്തിൽ, വയറിനായിട്ട് സ്പെഷ്യലായിട്ട് ഇത് കഴിഞ്ഞിട്ട് വരും. ഈ ഭാഗങ്ങൾ ഇവിടെ എങ്ങനെ പിടിക്കാം. എന്താ ഈ ഭാഗത ഇവിടെ ഈ ഭാഗമായിരിക്കണം മുട്ടേണ്ടത്. ഓക്കെ, റെഡി, 1 2 3. കുറച്ച് സ്ട്രോങ് കൊട്ടിക്കോളി. ആ ഭാഗം കൊട്ട, ഒന്നിച്ച് കൊട്ടരുത്. ഈ ഭാഗം ഇവിടെ ഈ ഭാഗമാണ് കൊട്ടേണ്ടത്. ഈ ഭാഗം മാത്രം ഈ 5 വിരലുകൾ അവസാനിക്കുന്ന. ഓക്കെ, ഇതൊക്കെ എന്നും ചെയ്യാവുന്ന വളരെ സിമ്പിളല്ലേ സാധനം. ഇത് ഇത്ര വലിയ കാര്യം, പക്ഷെ നമ്മളെ ബോഡിക്ക് ഇതിൽ ശരിക്കും ഇതിൻ്റെ സയൻസ് പറയുന്നത് ഇത് മൊത്തത്തിൽ ചെയ്യാൻ നമുക്ക് 7 മിനിറ്റ് മതി. പക്ഷെ ഏകദേശം ഒരു 40 മിനിറ്റ് എക്സസൈസ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ഇതെന്നാണ്. ഓക്കെ, 40 മിനിറ്റ് എക്സസൈസ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കുന്നതാണ് ഈ 7 എക്സസൈസ്. നമ്മളിപ്പോൾ 3ാമത്തേക്കേ കടന്നിട്ടുള്ളൂ. ഒന്ന് സ്ട്രോങ് ചെയ്തോ. ഇനി നമ്മുടെ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ വയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വയറിൻ്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ചൈനീസ് ഇതിലെ ഇതിപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ വയറിനെ നിങ്ങൾക്ക് ബാധിച്ചു തുടങ്ങും. മോഷൻ ക്ലിയർ ആവും, കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അതിനുള്ളതാണ് അടുത്തത്. അത് പറയാനാണ് ഇത്രയും ഇതാക്കിയത്. കൈ ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇങ്ങനെ ഭയങ്കര പോയിന്റ് ഉണ്ട്, പിൻ പോയിന്റ്. അപ്പോൾ നമ്മളെ ഈ സുജോക്കൊക്കെ ചെയ്യുന്ന ആളുകൾ വയറിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചിട്ടൊരു നെക്കലുണ്ട്, മനസ്സിലായോ? അതിങ്ങനെ തിരുമ്പി തരലാണ് ഈ ഭാഗം. പക്ഷെ ഡെയിലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 70 പ്രാവശ്യം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ കൊട്ടുക. റൈറ്റ്. ഇത് നമ്മളെ വയറിനെയാണ് ബാധിക്കുക. ഇനി ഒരു കാര്യം കൂടി,
ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പേർട്ട് പറഞ്ഞത് വയറൊന്നിങ്ങനെ ഉള്ളോട്ട് പിടിക്കുക, അതും നല്ലതാണ്. നമ്മൾ വയറ് കുറയാനും ഇത് നല്ലതാണ്, മനസ്സിലായി? എന്നിട്ട് വേണം ഇത് കൊട്ടാൻ. ഓക്കെ, റൈറ്റ്, റെഡി, 1 2 3. ശ്വാസം വിട്ടോ, പക്ഷെ വയറുള്ളിൽ കൊന്നാണ്ട് പിടിച്ചാൽ മതി. ശ്വാസം വിട്ടോളിൻ, ശ്വാസം വിടാതെ പിടിച്ചിരിക്കണ്ട, പക്ഷെ ഉള്ളോട്ട് ഇങ്ങനെ എന്താക്കണം? ഓക്കെ, റൈറ്റ്, പോകണം. 70 പ്രാവശ്യം. കുറച്ച് സ്ട്രോങ്ങിലായിക്കോളി. നിങ്ങളെന്താ ഇങ്ങനെ പിടിക്കണം കൈ, ഇങ്ങനെയല്ല, ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗം കൊട്ടേണ്ടത്. ഇത് വയറിനെ ശരിക്കും എന്താവും, അത് ബാധിക്കുമെന്നതാണ്. റൈറ്റ്. ഇനി നമുക്ക് ബാക്ക് പെയിന്, അതേമാതിരി തന്നെ ഈ സൈഡിലുള്ള പെയിന്, ഈ ഭാഗത്തുള്ള പെയിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ കൈ ഇങ്ങനെ പിടിക്കുക. ആ പെയിൻ ഉണ്ടാവാനല്ല കേട്ടോ, പെയിന് പോവാനും നമ്മുടെ ബാക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആവാനും ഒന്ന് നിവർന്ന് നിൽക്കുക. എന്നിട്ട് ഈ ഇത് പിടിക്കുക. ഇത് നേരെ പോകുന്നത് ബാക്കോട്ടാണ്, മീൻസ് ഇതിൻ്റെ എഫക്റ്റ് പോകുന്നത് ബാക്കോട്ടാണ്. ഇപ്പം എല്ലാ ഭാഗവുമാണല്ലോ ഫിറ്റ് ആവുക. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഊരക്ക് നീര് വരുന്ന പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് ഇത് ചെയ്താൽ മതി. ഇതാ, റൈറ്റ്, അങ്ങനെ നോക്കിക്കോ. അല്ല, കുറച്ച് ശക്തിയിൽ അടിക്കണം. ഈ കയ്യുമ്പോൾ കൊടുത്ത് അങ്ങനെ അടിക്കണേ 70 പ്രാവശ്യം. ഒന്ന് സ്ട്രോങ്ങിൽ അടിച്ചോളി, ഒന്നും സംഭവിക്കൂല. ഓക്കെ, റൈറ്റ്. ഇപ്പം എത്ര എണ്ണമായി? ഒന്ന് വെറുതെ ഒന്ന് കാണിച്ച് ഏതൊക്കെ ആയി? 1 2 3 4 5. ഓക്കെ, ഇതിങ്ങനെ ഓർഡറിൽ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഈ ഏരിയ, ഈ കൈവിരലുകൾക്കിടയിലുള്ള ഏരിയ, അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കൈവിരലിൻ്റെ നീരൊക്കെ പോയതായിട്ട് ആശ്വാസം വരുന്നതായിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാ ഭാഗത്തെയും ഫിറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുക, കുറച്ച് ടൈറ്റാക്കിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ 70 പ്രാവശ്യം ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോളെ. അവിടാണ്ട് ചൂടാവട്ടെ, നല്ലോണം നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ചൂടാവണം. വിരലതിൻ്റെ ഉള്ളിൽ കുടുങ്ങണ്ട കേട്ടോ. ഒന്ന് ടൈറ്റാക്കി പിടിക്കുക, എന്നിട്ട് ചൂടാവണം. അവിടെ ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ. പോരാ 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 ഒന്നും കൂടി ടൈറ്റ് ആവട്ടെ, എന്നിട്ട് നല്ല ചൂടാവണം. അവിടെ അങ്ങനെ പോയിട്ട് അങ്ങനെ ഇടിക്കണം നല്ലോണം. ഒന്നുകൂടി ഇത് കൈ കടയണം കേട്ടോ. കൈ വെളുപ്പം കടയും. ഇതാ വൈകോളി അല്ലല്ല കോഴിക്കോട് കുറച്ചും കൂടി കുറച്ച് സ്ട്രോങ്ങിലാക്കിയിട്ട് അപ്പം കൈ കടയിൽ തുടങ്ങി. അതാണ് അതിൻ്റെ എഫക്റ്റ്. ചെറിയ എക്സസൈസ് ആണ്, പക്ഷേ നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. ഉറപ്പല്ലേ? ഒരു ഉഷാറില്ലേ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പം എത്ര എണ്ണമായി? 6 എണ്ണമായി. ഇനി ലാസ്റ്റ് വൺ, ഈ റിസ്റ്റ് പിടിക്കുക. ഈ റിസ്റ്റ് വലത്തേൻ്റെ ആദ്യം പിടിച്ചോ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ചിലർക്ക് ഈസി ആയിട്ട് വരിക. കൈ നല്ല ടൈറ്റാക്കി പിടിക്കുക, നല്ല ടൈറ്റ്, നല്ല സ്ട്രോങ് ആയി പിടിക്കുക. എന്നിട്ട് തിരിക്കുക, 70 പ്രാവശ്യം തിരിക്കുക. ഇതാ ഇങ്ങനെ ഇല്ല ഒന്നും പറ്റില്ല. ഇടയ്ക്ക് കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടും കുറച്ച് ഇറക്കിയിട്ടായിട്ട് കൈ കടയണോ? ഇങ്ങനൊന്നും ചെയ്താൽ പോരാ. ഇങ്ങനെ പിടിക്കുക. കൈ 70 ആകുമ്പോഴത്തേന് നമുക്ക് ആക്കാൻ പറ്റാത്ത കോലത്തേക്ക് ആവണം. അത്ര സ്ട്രോങ്ങിലായിരിക്കണം. ഒന്നും കൂടി സ്ട്രോങ് ചെയ്തോ. കൈയൊക്കെ ഇങ്ങനെ കടയണം. അതാണ് ഈ എക്സസൈസിന്റെ പ്രത്യേകത. റെഡിയായോ? കൈ കടയണില്ല. ഇതിനിപ്പോൾ സ്ഥലം വേണോ? നമ്മളാകാൻ നിൽക്കുന്ന സ്ഥലം പോരെ ഇതിനൊക്കെ പോരെ. ഇതാ ഇനി അതേപോലെ ഈ കയ്യും സ്ട്രോങ്ങിലാക്കിക്കോ. കൈ കടയണം കേട്ടോ. നല്ല സ്ട്രോങ്ങിലാക്കിയിട്ട് ബോഡിയൊക്കെ ഇങ്ങോട്ട് ഹീറ്റ് ആവണം. ശരിക്കും ഇത് ചെയ്യുമ്പോൾ വേർക്കണം എന്നാണ്. ഇപ്പൊ സുജോക്കൂല എന്തേ ആയിട്ടുള്ളൂ? സുജോ ഏകദേശമായി. കൂ ആയിട്ടില്ല. കൂ ആക്കാം. കൂ ഒന്ന് കുറച്ച് ഈസിയിൽ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാലിങ്ങനെ വെക്കുക. ഇതൊക്കെ നിന്നോർത്ത് നിന്നിട്ട് ഞാൻ പറയാ, എക്സസൈസ് ചെയ്യാൻ ആകെ വേണ്ടതൊരു 10 മിനിറ്റ് സമയമാണ്, അല്ലെങ്കിൽ 10-15 മിനിറ്റ് സമയമാണ്. ഒരിക്കലും കൂടുതൽ ഓടണ്ട, കൂടുതൽ ചാടണ്ട. ഇതൊക്കെ ചെയ്യണവർ ചെയ്തോളിൻ, അതൊന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. ഇങ്ങനെ നിൽക്കണം. 1 2 പോട്ടെ. കാലിൻ്റെ മസിലൊക്കെ ഇപ്പം ഇങ്ങനെ ഇളകാത്തടത്തോളൊക്കെ ഇങ്ങനെ ഇളകൽ തുടങ്ങും. അതിപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല പൊന്തണം. പരമാവധി പൊന്താവുന്നത്ര പൊന്തണം. നമ്മളുടെ കാലിൻ്റെ കണ്ണൊന്നും തീരെ ഇളകാത്ത അതൊക്കെ ഇളകി തുടങ്ങണം. അപ്പോൾ കാലിൻ്റെ ഈ ഭാഗം എന്തായി? ഈ ഭാഗം ഇളകി. ഇനി കാലിൻ്റെ തുടയാണ് ഇളകണം. അങ്ങനെ തന്നെ അല്ലേ? ഉറപ്പല്ലേ? ഇതിന് സിമ്പിൾ എക്സസൈസ് ഒക്കെ സിമ്പിളാണ്, പക്ഷെ എഫക്റ്റ് കുറച്ച് നല്ലോണം ഉണ്ടാവും. ഇങ്ങനെ കാല് വെക്കുക. ഓക്കെ, എണീക്കരുത്. കാലിന്റെ തുടക്കം ഇപ്പൊ എഫക്റ്റ് വരും. അങ്ങനെ കൈ കുത്തുന്ന പരിപാടിയൊന്നുമില്ല.
ഇരിക്കുമ്പോൾ ബോളിൽ ഇരിക്കുക. ബോൾ ഇങ്ങനെ ഇരുന്നോ, അത് ഫുള്ളായിട്ട് ഇരുന്നോളും. ബോൾ അത് എന്താ അമരട്ടെ അങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് പൊന്തുക. ഇത്രേ ഉള്ളൂ. അതാ അതേമാതിരി ഇനിയും ഫുള്ളാണ്ട് ഇരിക്കുങ്ങൾ കാൽമക്കാണ്ട് ഇരുന്നോളൂ. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, ഇനി പൊന്തിച്ചോളൂ. അപ്പോഴല്ലേ മുട്ട രാവിലത്തെ ശ്രദ്ധിച്ചോളി. ചക്ക ആട്ടണ മാതിരി ആട്ട. അത് ശരിക്കും റൊട്ടേഷൻ വരണം. ശരിക്കും റൊട്ടേഷൻ റൗണ്ടിലേക്ക് ഇങ്ങനെ പോട്ടെ. കാല് ബോഡി ഒക്കെ ഇളക്കണം. അതേമാതിരി അടുത്തോട്ടു കാല് കൂട്ടിയപ്പോഴോ പരത്തിക്കരുത് കേട്ടോ. വയറ് ഉള്ളോട്ട് പിടിക്കുക, നല്ലോണം ഉള്ളോട്ട് പിടിക്കുക. എന്നിട്ട് ശ്വാസം വിട്ടോളി. വിടുമ്പോൾ വയറ് വിടരുത്, ശ്വാസം വിടാവും. അര മിനിറ്റ് അങ്ങനെ പിടിച്ചേക്കും. വയറ് നല്ലോണം ഉള്ളോട്ട് ഇങ്ങനെ സെയിമായി നിൽക്കണം. ശ്വാസം വിട്ടോളി. പക്ഷെ വയറ് തടയണം, അത്രയും ഉള്ളോട്ടാണ്. കുടിയുടെ ഭാഗത്തായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതിൻ്റെ ഉള്ളിൽ അതും അതേപോലെ തന്നെ ഇങ്ങോട്ട് കറക്കുക, തിരിച്ചങ്ങോട്ട്. കണ്ണിന് എഫക്റ്റ് അതിനെക്കുറിച്ചൊന്ന് ചിരിക്കാം. ഇത് കണ്ണിന് മാത്രം എക്സസൈസ്. ഓക്കെ, ഇനി ഈ പുരികത്തിൻ്റെ ഈ നട്ട് പോയിന്റ്, മിഡ് പോയിന്റ് മനസ്സിലായോ? പുരികത്തിൻ്റെ മിഡിൽ ഇതേപോലെ പിടിച്ചിട്ടിരിക്കുക. കണ്ണിനുള്ളൊരു എക്സസൈസാണ്. കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കണം കറക്റ്റ്. എന്നിട്ട് ആ കൈയിലേക്ക് ഈ കണ്ണുകൊണ്ട് നോക്കുക. രണ്ട് കണ്ണും ആ കൈയിലേക്ക് പോവാം. തല തിരിക്കരുത്, തല അങ്ങനെ സ്ട്രൈറ്റ് പിടിക്കുക. എന്നിട്ട് കണ്ണോണ്ട് മാത്രം നോക്കുക. അതേമാതിരി ഇങ്ങോട്ട്. ഓക്കെ, അതേമാതിരി ആകാശത്തേക്ക്, മുകളിലേക്ക്, പിന്നെ കീപ്പോട്ടും നിലത്തോട്ട്, സൈഡ് മേലെ താഴെ, സൈഡ് മേലെ താഴെ. അതിങ്ങനെ നോക്കി വരുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും. കണ്ണ് റൊട്ടേറ്റ് ചെയ്യട്ടെ. വലത്തെ ഭാഗത്തേക്ക് ആദ്യം, ഇടത്തെ ഭാഗത്തേക്ക്, പിന്നെ റൈറ്റ്. ഇനി കഴുത്ത് വലത്തെ ഭാഗത്തേക്ക് അതേമാതിരി ചെറുക്ക് തല കറങ്ങേ. അപ്പൊ വേഗം ഓക്കെ. ഈ വായയുടെ ഭാഗം, തൊണ്ട, വായ അങ്ങനത്തുള്ളതാണെങ്കിൽ ഇപ്പൊ ഈ ഗായകർക്കൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് ശബ്ദം എപ്പോഴും നല്ല സുന്ദരമായിട്ട് കിട്ടണമെന്നുള്ളവർക്കൊക്കെ ചിലർ ഈ ശരി അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. ചെറുതായിട്ട് ഈ വിരലിട്ട്, ഈ 3 വിരലിട്ട് അവിടെ ഇങ്ങനെ. അതേമാതിരി തൊണ്ടയുടെ ഭാഗത്ത് ഇങ്ങനെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് മസാജ് അറിയെങ്കിൽ ഈ വിരൽ ഇങ്ങനെ പിടിക്കുക. മൂക്കിന്റെ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്, ഇങ്ങനെ ഇങ്ങോട്ട്. ഓക്കെ, ചെവിയുടെ ഭാഗം നമ്മൾ ഇവിടെ ഒന്നും തീരെ എന്താക്കല്ലേ, ചിലർ കഴുകലേ ഇല്ല. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. നമ്മൾ ഈ ഒളു എടുക്കുന്നവർക്ക് പിന്നെ ശീലം ഉണ്ടാവും. അല്ലാത്തൊരു ഈ സൈഡ് ഭാഗം ശ്രദ്ധിക്കാറില്ല. കുറച്ച് അമർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. റൈറ്റ്. ഇനി തലയുടെ ഭാഗമാണ്. ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ. എന്നിട്ട് വിരലൊന്ന് ടൈറ്റാക്കി പിടിക്കുക. ഓക്കെ, ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് കുറച്ച് സ്ട്രോങ്ങില്, തലയോട്ടിക്കൊന്നും സംഭവിക്കൂല, കാരണം കുറച്ച് സ്ട്രോങ്ങാ. ഇങ്ങനെ വിരലൊന്ന് സ്ട്രോങ് ആവട്ടെ എന്ന്. അപ്പോ ശ്രദ്ധിക്കുക, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് ഈ ബാർബർ ഷോപ്പ് പോയി ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്നും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാനും ഈ സ്ട്രോക്ക് പോലുള്ളത് സംഭവിക്കാതിരിക്കാനുമാണ് ഈ സാധനം ചെയ്യേണ്ടത്. അവസാനം ഇങ്ങനെ ഒന്നും എല്ലാം അടിച്ചെടുത്താൽ നമുക്കാണ് നല്ല രസമുള്ളൊരു